സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം വായിക്കുന്നു. സങ്കീർത്തനം 18:16 തിരുവചനം. അവിടുന്ന് ഉയരത്തിൽ നിന്ന് കൈനീട്ടി എന്നെ പിടിച്ചു, പെരുവെള്ളത്തിൽ നിന്ന് എന്നെ വലിച്ചെടുത്തു. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട 18 സങ്കീർത്തനം 16 തിരുവചനത്തിൽ ഒരു ഭക്തൻ ദൈവം കഴിഞ്ഞ നാളുകളിൽ തൻ്റെ ജീവിതത്തിൽ ചെയ്ത ദൈവപ്രവൃത്തിയെ വർണ്ണിക്കുകയാണ്. ഈ 18 സങ്കീർത്തനത്തിൽ ഈ ഭക്തൻ അനവധി ദൈവപ്രവൃത്തികളെ സാക്ഷിക്കുന്നുണ്ട്. ഇതെല്ലാം തൻ്റെ ജീവിതത്തിൽ അക്ഷരാർത്ഥത്തിൽ ദൈവം പ്രവർത്തിച്ച ദൈവപ്രവൃത്തികളാണ്. ഈ ഭക്തൻ വളരെയധികം പ്രതികൂലങ്ങളിലൂടെ കടന്നുപോയി, ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോയി, പ്രശ്നങ്ങളിലൂടെ കടന്നുപോയി, യുദ്ധത്തിലൂടെയും ക്ഷാമത്തിലൂടെയും കടന്നുപോയി. എല്ലാവരും തന്നെ കൈവിട്ടു. എന്തിനേറെ, എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് ഒരിക്കൽ ഈ ഭക്തൻ പ്രസ്താവിക്കുവാനിടയായി. ഇങ്ങനെ മാതാപിതാക്കളാൽ, സഹോദരങ്ങളാൽ, ബന്ധുജനങ്ങളാൽ, സ്വന്തം മകൻ പോലും, അഥവാ അബ്ശാലോം എന്ന തൻ്റെ സ്വന്തം മകൻ പോലും അവനെ കൊല്ലുവാൻ തിരഞ്ഞു നടന്നു. ഈ സന്ദർഭങ്ങളിലെല്ലാം ഈ ഭക്തൻ ദൈവപ്രവൃത്തികളെ തിരിച്ചറിയുകയായിരുന്നു. എനിക്ക് ഇത്രയും പ്രതികൂലങ്ങളുണ്ടെങ്കിലും, ഇത്രയും പ്രശ്നങ്ങളുണ്ടെങ്കിലും, ഇത്രയും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും, എൻ്റെ പ്രാണന് ഭീഷണി ഉണ്ടെങ്കിലും എന്നെ കരുതുന്ന ഒരു ദൈവം എനിക്കുണ്ട്. എന്നെ കാത്തുപരിപാലിക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട്. ആ ദൈവത്തിൻ്റെ സുരക്ഷാ വലയം എനിക്കുണ്ട്. ഈ ഒരു ബോധ്യമാണ് ഈ ഭക്തനെ മുന്നോട്ട് നയിച്ച ശക്തിയായി നാം കാണുന്നു. ഇവിടെ നാം വായിച്ചു കേട്ട 18 സങ്കീർത്തനത്തിൻ്റെ 16 തിരുവചനത്തിൽ താൻ അനുഭവിച്ചറിഞ്ഞ ഒരു ദൈവപ്രവൃത്തിയെ പ്രസ്താവിക്കുകയാണ്. ആ ദൈവം ഉയരത്തിൽ നിന്ന്, അഥവാ സ്വർഗത്തിൽ നിന്ന് കൈനീട്ടി എന്നെ പിടിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. പെരുവെള്ളത്തിൽ നിന്ന് എന്നെ വലിച്ചെടുത്തു എന്ന് എഴുതിയിരിക്കുന്നു. ഏതോ ചില സാഹചര്യങ്ങളിൽ ഈ ഭക്തൻ മുങ്ങിത്താഴ്ന്ന, അഥവാ പെരുവെള്ളത്തിൽ മുങ്ങിത്താഴ്ന്ന അവസ്ഥയിലായി. ഒരുപക്ഷെ അത് ഭൗതിക വിഷയങ്ങളിലാകാം, അല്ലെങ്കിൽ ആത്മീയ വിഷയത്തിലാകാം. എന്തായാലും ഈ മനുഷ്യൻ വീണു. വീഴ്ച പലതരത്തിലാണ്. ചില വീഴ്ചകൾ മരണത്തിലേക്ക് നയിക്കും. ഒരുപക്ഷെ ഈ ഭക്തൻ ആ നാളുകളിൽ വീണത് പെരുവെള്ളത്തിലെന്ന് എഴുതിയിരിക്കുമ്പോൾ അതൊരു പക്ഷേ നാശത്തിലേക്ക് നയിക്കുമായിരുന്നു. എന്നാൽ സ്വർഗത്തിലെ ദൈവം തൻ്റെ വലം കരം നീട്ടി തന്നെ പിടിച്ചു. ആ പെരുവെള്ളത്തിൽ നിന്ന്, ആ പ്രതികൂലത്തിൽ നിന്ന്, ആ തകർച്ചയിൽ നിന്ന് തന്നെ വിടുവിച്ച് രക്ഷിച്ചു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ വചനം നമ്മെ ഓർപ്പിക്കുന്നത്, ഞാനും നിങ്ങളും ഇതുപോലെയുള്ള പെരുവെള്ളത്തിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോഴും ഉയരത്തിൽ നിന്ന് കൈനീട്ടി നമ്മെ രക്ഷിക്കുവാൻ
ശക്തനായ ഒരു ദൈവമാണ് സർവശക്തനായ കർത്താവായ ദൈവം. ആ ദൈവത്തിലുള്ള ആശ്രയവും വിശ്വാസവും പ്രാർത്ഥനയും ആരാധനയും സമർപ്പണവും നമുക്കുണ്ടെങ്കിൽ ഈ ദൈവം ഈ ഭക്തന് വേണ്ടി വലിയ ദൈവപ്രവൃത്തികൾ ചെയ്തതുപോലെ നമുക്ക് വേണ്ടിയും ചെയ്യുവാനിടയാവും. ആമേൻ. ആത്മാവിൻ ശക്തിയാൽ അനുദിനം നടത്തും യേശുവന്റെ കൂടെയുള്ളതാൽ ഇനി ക്ലേശങ്ങളിൽ എന്റെ ശരണമവൻ, ഭൂവിലേതും ഞാൻ ഭയപ്പെടില്ല. ഇനി ക്ലേശങ്ങളിൽ എന്റെ ശരണമവൻ, ഭൂവിലേതും ഞാൻ ഭയപ്പെടില്ല. എന്റെ ദൈവത്താലേ സകലത്തിനും മതിയായവൻ ഞാനെന്നറിഞ്ഞിരുന്നു. എന്റെ താഴ്ചയിലും സമൃദ്ധിയിലും ആത്മാവിൻ ബലം എന്നെ നടത്തിയിടുന്നു. ഞാൻ ലജ്ജിതനായി തീർന്നിടുവാൻ ഇടവരില്ല. എന്റെ ആവശ്യങ്ങൾ അറിഞ്ഞെന്നെ നടത്തിയിടും താൻ. ഞാൻ ലജ്ജിതനായി തീർന്നിടുവാൻ ഇടവരില്ല. എന്റെ ആവശ്യങ്ങൾ അറിഞ്ഞെന്നെ നടത്തിയിടും താൻ. ആത്മാവിൻ ശക്തിയാൽ അനുദിനം നടത്തും യേശുവന്റെ കൂടെയുള്ളതാൽ ഇനി ക്ലേശങ്ങളിൽ എന്റെ ശരണമവൻ, ഭൂവിലേതും ഞാൻ ഭയപ്പെടില്ല. ഇനി ക്ലേശങ്ങളിൽ എന്റെ ശരണമവൻ, ഭൂവിലേതും ഞാൻ ഭയപ്പെടില്ല.